നമസ്കാരം. കഥ തുടങ്ങുന്നത് ഒരു 2015 ഏപ്രിൽ മാസത്തിലാണ്. എൻ്റെ കഥയല്ല കേട്ടോ, എൻ്റെ ശത്രുവിൻ്റെ. ജീവിതം മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് കീടനാശിനി തളിച്ചു തന്ന ഒരുത്തൻ്റെ കഥ. ഇന്ന് മെയ് 2. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താന്നല്ലേ, ഇന്നെൻ്റെ പിറന്നാളാണ്. ക്ലാസ്സിലെ എല്ലാ പിള്ളേരും മിഠായി കൊണ്ടുപോകുമ്പോൾ ഞാൻ മാത്രം കൊണ്ടുപോയിട്ടില്ല. എന്തായാലും അവസ്ഥ. ഇങ്ങോട്ട് വാടാ. എടാ നീ സ്കൂളിൽ പോകണല്ലേ? ഞാൻ ദേ പോകാൻ പോണ്. എടാ നീ ഇനി പോയിട്ട് കാര്യമൊന്നുമില്ല. എന്തേ നീ തോറ്റി. തോറ്റ? ഞാനും തോറ്റി. അപ്പൊ ശരി, അമ്മയുടെ അടുത്തൊക്കെ പറ, ഞാൻ പോട്ടെ. പ്രധാന പ്രശ്നം ഞാൻ ഇപ്പോൾ തോറ്റല്ല, ഞാനിനി പഠിക്കാൻ പോണത് എൻ്റെ അനിയൻ്റെ ഒപ്പം. കണ്ടില്ല എൻ്റെ സന്തോഷം. ഇനി അവൻ എന്നെ പേര് വിളിക്കാലോ. അവൻ്റെ കളറോ അവൻ്റെ ബുദ്ധിയോ എനിക്കൊന്നും കിട്ടിയില്ല. പക്ഷെ അഭിമാനമുണ്ട്. ഇനി ഒരിക്കലും അവൻ്റെ മുമ്പിൽ ഞാൻ തോക്കൂല. വേറെ ഉണ്ടായിരുന്നു, വീട്ടിൽ തന്നെ ഇരുന്നാതിരുന്നു വെറുതെ. ദൈവമേ, എന്തൊരു വിദ്യയാണിത്. ആൽബി, മരിയ ടീച്ചർ എല്ലാവരും തീരുമാനമുണ്ട്. എൻ്റെ കർത്താവേ, ഏതെനി കൊച്ചി ഇത്രയും ഭംഗിയുള്ള പെണ്ണിനെ വേറെ കണ്ടിട്ടില്ല. അവളുടെ അടുത്തെത്തിക്കാനായിരിക്കുമല്ലേ എന്നെ തോപ്പിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ വഴിയില്ലല്ലോ. ഈ വളത്തന്നെയാണ് നോക്കണത്. ഇവിടെ ഇവ സൗകര്യം തരൂലേ?
ഡാ നീ എന്നെ ചേട്ടാന്നൊന്നും വിളിക്കണ്ട കേട്ടോ. നമ്മ ഒരു ക്ലാസ്സിലല്ലടാ. ആ ഞാൻ കൂടെ പറയാൻ തന്നെയായിരുന്നു. അതെ, നമ്മുടെ ക്ലാസ്സിൽ അപ്പുറത്തെ സൈഡിൽ ഒന്നാമത്തെ ബെഞ്ചിൽ രണ്ടാമത്തെ ഇരിക്കുന്ന കുട്ടിയില്ലേ? ആര്? സമീർ? ആ ഇഷ്ടാടാ. ചേട്ടാ അത് വിട്ടു ഓടിക്കേട്ടാ. ഡാ നിക്കടാ, ഞാൻ പറയണ കേട്ടാ മതി. ഇഷ്ടായി. 1 വയസ്സിന് മൂത്തല്ലേ ഉള്ളൂ. ഞാൻ വർഷം നോക്കണ പെണ്ണാണ് സമീറ. സമീറ ലവ്സ് കണ്ണൻ. ഒന്ന് പോയടാ. പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. പോയതാ. തനിക്കിത്ര പൊളിയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മര്യാദക്കായിട്ട് നിന്നോട് പറഞ്ഞത്. എനിക്ക് നാണില്ലേ? 4 വർഷമായിട്ട് പുറം നടക്കുന്ന പെണ്ണാണ്. ഞാനൊന്ന് ഒഴിഞ്ഞായിരുന്നു. എടാ ഞാനെന്റെ ചേട്ടൻ പറഞ്ഞേട്ടായിട്ട് നീ ചേട്ടൻ തരണം. പെണ്ണ് രണ്ടുപേരും കൂടി എന്തായി കാണിക്കുന്നത്? രണ്ടെണ്ണത്തിനെയും കൊണ്ട് നീയൊക്കെ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? കാണിച്ചു തരാം. എടാ എന്ത് പറ്റിയടാ? അതൊന്നുമില്ലടാ. എടാ എന്ത് പറ്റിയടാ? ഒന്നുമില്ലടാ. അല്ല എന്താണ് കളറൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോണു? അത് പറയാനാ ഞാൻ വന്നത്. എനിക്ക് വാപ്പാൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അവിടെ പോണം. നാളെ വരുമല്ല? നാളെ ഉണ്ടാവും. എന്നാ പോട്ടെ. എടാ സമീറ ഇല്ലേ എടാ നിന്റെ ക്ലാസ്സിലുള്ള? സമീറ അറിയാ. നിനക്കെന്താടാ? അവക്കെന്താണ്? അവളുടെ കല്യാണം ഉറപ്പിച്ച്. കല്യാണം? ആ ശരി എന്നാ. അവക്കേണ്ടി അനിയൻ്റെ നീടുണ്ട്. ഞാൻ പോണ സ്കൂളിൽ. കണ്ടില്ലേ, എല്ലാ ചേട്ടനിയന്മാരുടെ ലൈഫിലും ഇങ്ങനെ ഒന്ന് എന്തായാലും ഉണ്ടാകും. അതുവരെ എൻ്റെ കൊടൂര വില്ലനായിരുന്ന എൻ്റെ അനിയൻ പിന്നീട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി. +2 കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പഠനത്തിൻ്റെ ഭാഗമായി 2 വഴിയിലേക്ക് പോയി. അവനിപ്പോൾ കാനഡയിൽ പഠിക്കുക. അടുത്തില്ലേലും മനസ്സിലെപ്പോഴും ഉണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ അനിയൻ.